ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നുള്ളത് കേരളത്തിലല്ല, മറിച്ച് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നമ്മളൊരു യാത്രയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിപ്പം തമിഴ്നാട് കൊടൈക്കനാലിൽ പൂണ്ടി ഭാഗത്താണുള്ളത്. പൂണ്ടി ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കൃഷി, കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ ഈ ഭാഗത്തേക്ക് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു എരുമയെ കണ്ടായിരുന്നു. അപ്പോൾ എരുമ അത്യാവശ്യം പേടിച്ചിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദൂരെ നിന്നായതുകൊണ്ട് ഞങ്ങൾ ഓടി വരുന്ന സമയത്ത് നായ്ക്കളെല്ലാം ഓടിക്കളഞ്ഞു. അപ്പോൾ ഈ എരുമയെ വട്ടം കൂടിയിട്ട് നായ്ക്കൾ അറ്റാക്ക് ചെയ്യുന്നൊരു കാഴ്ചയായിരുന്നു ഞങ്ങൾ കണ്ടത്. അപ്പം ഈ എരുമയ്ക്ക് കാലിന് ഫ്രാക്ചർ ആയിട്ടുണ്ട്. ഇത് ഇപ്പം നായ്ക്കൾ ഓടിച്ചതാണോ, എന്തായാലും ലോങ് വ്യൂ ആയിരുന്നു. എന്തുവാ കറക്റ്റ് പ്രോപ്പറായിട്ട് സംഭവിച്ചെന്ന് അറിയത്തില്ല. വേറെ എരുമകളുണ്ടായിരുന്നു, അതൊക്കെ ഓടിക്കളഞ്ഞിരുന്നു. അപ്പോൾ ഇതിന് ഓടാൻ സാധിക്കാനെന്ന് വെച്ചാൽ ഇതിൻ്റെ കാലിന് നല്ല പരിക്കുണ്ട് അത്യാവശ്യം. ഇത് ഏതോ തടത്തിലോ അല്ലെങ്കിൽ അപ്പുറത്തെ കുഴിയിലോ എങ്ങാണ്ട് കാല് വീണ് മടുത്തതാണോ ഒടിഞ്ഞാണോ എന്നറിയത്തില്ല. എന്തായാലും എരുമ കാല് നിലത്ത് കുത്തുന്നില്ല. അപ്പോഴേക്കാണ് ദൂരെ നിന്ന് ഒരാൾ ഓടി വരുന്നത് കണ്ടത്. അപ്പോൾ ഇയാൾ നേരത്തെ ഇവിടെ നിന്നതിനകത്തുനിന്ന് ഓടിപ്പോയതാണെന്ന് എനിക്കപ്പോൾ തോന്നിയിരുന്നു. അപ്പം ഇയാൾ ഓടി വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതിൻ്റെ കിടാവാണെന്ന് മനസ്സിലായി. അപ്പോൾ അതും ഒരു എരുമക്കിടാവാണ്. അപ്പോൾ ഈ എരുമയാണ് ഈ നായ്ക്കൾ ആക്രമിച്ചത്. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കൂട്ടുന്നില്ല, അഴിച്ച് വിട്ടുള്ള തീറ്റയാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് കെട്ടാറൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഏതോ ഒരു കേജ് പോലുള്ള സ്ഥലത്ത് കയറ്റിയാൽ അതിനെ കിട്ടും. അങ്ങനെ കയറിടുന്ന പരിപാടികളൊന്നും ഇവിടെ പ്രോപ്പറായിട്ടില്ല. അപ്പം നമ്മുടെ എരുമയ്ക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ലായിരുന്നു. എരുമയ്ക്ക് കാലിന് കിട്ടിയ പരിക്കുള്ളൂ, അല്ലാതെ നായ കടിച്ചതിൻ്റെ പാടോ അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷേങ്കിൽ എരുമയുടെ കിടാവിന് അത്യാവശ്യം നല്ല പരിക്കുകളുണ്ട്. നായ അറ്റാക്ക് ചെയ്തപ്പോൾ കിടാവിനെയാണ്. അപ്പോൾ കിടാവിനെ അറ്റാക്ക് ചെയ്തപ്പോൾ എരുമ പേടിച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടി വഴിക്ക് കാല് എന്താ പറ്റിയെന്നറിയത്തില്ല, ഉളുക്കിയേക്കാണോ ഒടിഞ്ഞേക്കാണോ എന്നറിയത്തില്ല. എരുമ കാല് നിലത്ത് കുത്തുന്നില്ല. എന്തായാലും നമ്മളിവിടെ ഒരു യാത്ര വന്നപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടതാണ്. അപ്പം നമ്മളിതിൻ്റെ ആളിനോട് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ഇതിവിടെ സാധാരണമാണ്, ഇങ്ങനെ നായ്ക്കൾ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യാറുണ്ട്. അതുമല്ല ഇവിടെ വന്യജീവികളുടെയൊക്കെ ശല്യമുണ്ട്, അവയിൽ നിന്നുള്ള അറ്റാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ 19 എണ്ണമൊക്കെ പുള്ളിക്കുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരെണ്ണമാണിത്. അപ്പം അത്യാവശ്യം ഇവർ കറന്ന് കഴിഞ്ഞിട്ട് അഴിച്ചു വിടും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചക്കത്തെ കറവയ്ക്ക് മാത്രം പിന്നെയും ഇതിനെ പിടിച്ചുകൊണ്ട് പോകും. ഇങ്ങനത്തെ വലിയ പ്രോപ്പറായിട്ടുള്ള കുളിപ്പീരും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ കണ്ടില്ല എൻ്റെ ദേഹത്തിരിക്കുന്നത്, നമ്മുടെ നാട്ടിലൊന്നും കൂട്ടല്ല. ഇങ്ങനെ പിന്നെ അതിന് കുറച്ച് വിശാലമായിട്ട് ഇങ്ങനെ നടക്കാം, മേഞ്ഞ് നടക്കാം. അതാണ് ഒരു പ്രത്യേകത. അപ്പം ഇങ്ങനെ അത്യാവശ്യം ഇപ്പോഴും പാല് കുടിക്കുന്ന ഒരു കിടാവാണ് അത്.